1200 ആണ്ട് ധനുമാസം ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകീര്യം അര നക്ഷത്രങ്ങൾ അടങ്ങിയത്. ഇവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നത് വ്യാഴം. ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ കുടുംബത്തിൽ അല്പം കലഹങ്ങളെല്ലാം ഉണ്ടാക്കുക, ജോലി ലഭിക്കാനും ഇടയുണ്ടാക്കും, എന്നാൽ ധനനാശമുണ്ടാക്കാം, അങ്ങനെയുള്ള ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാം, മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാം. ഇവയെല്ലാം ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഇന്നത്തെ അവസ്ഥ പ്രകാരം ഈ ചന്ദ്ര വ്യാഴയോഗം വരുന്ന സമയങ്ങളിലെല്ലാം, അതുപോലെ ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രമായിട്ടുള്ള ഇടവൻ രാശിയും അതുപോലെ കുജൻ 3-ാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്ന സമയവും ആണെങ്കിൽ അവർക്ക് വളരെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയും, അതുപോലെ വീട് വാഹനങ്ങൾ വിൽക്കുക, അതിലൂടെ വാങ്ങുക, അതിലൂടെ ഉണ്ടാകാവുന്ന ആദായം, അതുപോലെ വിവാഹം നടക്കാനുള്ള സമയവും വളരെ സന്തോഷിക്കാനുള്ള സമയവും ധനം വന്നു ചേരാനുള്ള സമയവും ഇതുതന്നെയാണ്. അതുപോലെ ഈ 7-ാം ഭാവത്തിലുള്ള ബുധൻ്റെ നിൽപ്പിലെ മനസ്സിനുണ്ടാകാവുന്ന അല്പം ചാഞ്ചല്യങ്ങൾ, ദാമ്പത്യത്തിനുണ്ടാകാവുന്ന അല്പസ്വല്പ പ്രശ്നങ്ങൾ, ഭാര്യാസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്പം ചില പ്രശ്നങ്ങളെല്ലാം ചിന്തനീയമാണ്. കൂടാതെ ബന്ധുക്കളടക്കം ശത്രുക്കളായിട്ട് പെരുമാറുന്ന ഒരവസ്ഥയുണ്ടാവാം. സ്ത്രീകൾ മുഖാന്തരം ഉണ്ടാകാവുന്ന കുടുംബകലഹങ്ങൾ, അതുപോലെ പുത്രരോ അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നോ ഉണ്ടാകാവുന്ന നല്ല ഗുണങ്ങളും ഈ സമയത്ത് അനുഭവിക്കാനുള്ള ഇടയുണ്ട്. സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതും ഈ സമയത്തുണ്ടാവാം. അതുപോലെ തൊഴിലിൽ കർമ്മരംഗത്തുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, അത് ശനി 10-ൽ നിൽക്കുന്ന കാലഘട്ടത്തിൽ തൊഴിലിലുണ്ടാകാവുന്ന നഷ്ടത്തിൽ ചിന്തിക്കണം. അതുപോലെ തന്നെ അപകടങ്ങൾ, മേലധികാരികളിൽ നിന്നും ഉണ്ടാകാവുന്ന അല്പസ്വല്പമായിട്ടുള്ള വൈരാഗ്യങ്ങൾ പരമായിട്ടുള്ള ഇടപെടലുകളോ, അതല്ലെങ്കിൽ അവരുമായി വാക്ക് തർക്കം സംസാരിക്കുന്നതിലുണ്ടാകാവുന്ന അല്പം പിശകുകൾ വരാം. അതുപോലെ വീഴ്ചകൾ, അതൊന്ന് ശ്രദ്ധിക്കണം. സ്ഥാനപ്രാപ്തിയും ഉണ്ടാവാം, അതുപോലെ സ്ഥാനഭ്രംശവും ഉണ്ടാവാം. അപ്പോൾ ഒരു സ്ഥാനഭ്രംശം ഉണ്ടായാലാണ് അടുത്ത സ്ഥാനപ്രാപ്തി ഉണ്ടാവുക എന്നതിലെടുക്കുകയാണെങ്കിൽ അതിലൂടെ പ്രശസ്തി വല്ലതും കിട്ടാനുള്ളതും ആവാം. ചിലപ്പോൾ പണിഷ്മെൻറ്റ് രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഒരു സ്ഥാനം പോവുകയാണെങ്കിൽ അല്പം ചില വിഷമതകളൊക്കെ അനുഭവിക്കുകയാണെങ്കിലും വേറൊരു പ്രാപ്തിയിലൂടെ, കൂടാതെ ഒരു സ്ഥാനക്കയറ്റവും ഒരു പ്രശസ്തിയും വന്നു ചേരാനുള്ള ഇടയും ഉണ്ടാകുന്നതാണ്. ശുഭം.